കാസർഗോഡ് പണന്നയിൽ വാർഡ് സമിതി നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി കൊട്ടംചുക്കാദി തൈലം തയ്യാറാക്കി സൗജന്യ വിതരണം നടത്തി. പാരമ്പര്യവും നാട്ടുതനിമയും കൂട്ടിച്ചേർത്താണ് ഔഷധം തയ്യാറാക്കിയത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് പരിധിയിൽ താമസക്കാരായ 175ഓളം വരുന്ന വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാനാണ് കൊട്ടംചുക്കാദി തൈലം തയ്യാറാക്കിയത്. തൈലം തയ്യാറാക്കുന്നതിനായി ഗ്രാമവാസികൾ ഒത്തുചേർന്നത് വേറിട്ട കാഴ്ചയായി. പുളിയില, ഉമ്മത്തില, മുരിങ്ങാത്തോൽ എന്നിവ ഉരലിലിട്ട് നാടൻ രീതിയിൽ സ്ത്രീകൾ ഇടിച്ചരച്ചത് നാട്ടുതനിമയും പാരമ്പര്യവും കൈകോർക്കുന്നതായി. ഗ്രാമപഞ്ചായത്ത് അംഗവും സിനിമാ നടനുമായ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ താൽപര്യത്തിൽ തൃക്കരിപ്പൂരിലെ KV കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിലായിരുന്നു കൊട്ടംചുക്കാദി തയ്യാറാക്കൽ. വെളുത്ത എരിക്കില, വയമ്പ്, ദേവതാരം, ചെഞ്ചല്യം, വെളുത്തുള്ളി, കടുക്, എള്ളെണ്ണ, തൈര് വെള്ളം, ചുക്ക്, കാർത്തോട്ടി വേര് തുടങ്ങിയവ തൈലമൊരുക്കുന്നതിലെ മിശ്രിതങ്ങളാണ്. കർക്കിടക മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഏറ്റവും പ്രയോജനപ്പെടുന്ന നിലയിൽ വയോജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന നിലയിൽ കൊട്ടംചുക്കാദി തൈലം, അതായത് പ്രത്യേകിച്ച് തരിപ്പ്, അതുപോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾ, പ്രായാധിക്യം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ഒട്ടേറെ വയോജനങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവർക്കെല്ലാം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുന്ന ഒരു തൈലമാണ് കൊട്ടംചുക്കാദി തൈലം. ഇന്നും പഴയ കാലത്തെ ഉറുമ്പെടുത്തിക്കൊണ്ട് ഒരലും ഉലക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാരമ്പര്യ രീതിയിൽ, പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മഴക്കാലത്ത് വാദസംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം മുൻകൈയെടുത്ത് വാർഡ് സമിതി നേതൃത്വത്തിൽ കൊട്ടംചുക്കാദി തൈലം തയ്യാറാക്കിയത്. തരിപ്പ്, കൈകാൽ വേദന, ഉളുക്ക് എന്നിവയ്ക്ക് തൈലമേറെ ഗുണം ചെയ്യും. അമൃത ന്യൂസ്, കാസർഗോഡ്.